ഹലോ എവ്രിവൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ സയൻസിലെ കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചെയ്യുന്നത് ജനറൽ സയൻസിലെ നാച്ചുറൽ സയൻസ് എന്ന പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 10 മാർക്കിനാണ് പ്രിലിംസിന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ്? വുഹാനിൽ വെച്ചാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? പ്രമേഹം, രക്താതിസമ്മർദ്ദം, പക്ഷാഘാതം, ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? മാമോഗ്രാം ടെസ്റ്റ്. മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? ജ്യോതിസ്. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങും കൗൺസിലിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറത്താണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണ് ഏതാണ്? വിബ്രിയോ കൊളറ അല്ലേ? ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണ് വിബ്രിയോ. നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ജനന വൈകല്യങ്ങളാണ് കേട്ടോ. ജനന വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനായി ശലഭം പദ്ധതി അല്ലേ? ശലഭം പദ്ധതിയാണ് ജനന വൈകല്യങ്ങൾ, നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. അടുത്ത പദ്ധതി നോക്കാം. ഹൃദ്യം. ഹൃദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ജന്മനാ ഉള്ള ഹൃദ്രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം എന്നറിയപ്പെടുന്നത്. ഹൃദ്യം എന്ന പദ്ധതിയുടെ ലക്ഷ്യം ജന്മനായുള്ള ഹൃദ്രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തുക എന്നതാണ്. അടുത്ത പദ്ധതി നോക്കാം. ആരോഗ്യ കിരണം പദ്ധതി എന്താണ്? 18 വയസ്സിനു താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് ആരോഗ്യ കേരളം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ വികസനം, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ആർദ്രം പദ്ധതി എന്താ? സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് സൗഹാർദ്ദപരമായ ഒരു സമീപനം നൽകുക എന്നതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്പിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. ഈ ചോദ്യങ്ങൾ അതായത് ജീവശാസ്ത്രത്തിൽ ഈ വട്ടം 2024 ചോദ്യങ്ങൾ വരുന്നത് 9ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും മാറിയ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നാച്ചുറൽ സയൻസിലെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അധികമായി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിച്ച ശേഷം വേണം അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഇതിൽ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സ്പിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. നമുക്കിനി ടെക്സ്റ്റ് ബുക്കും കൂടി റെഫർ ചെയ്യാം. രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. എപ്പോഴാണ്? ഹൃദയം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. ഇനി ഹൃദയത്തിൻ്റെ പ്രവർത്തനം, രക്തപ്രവാഹത്തിൻ്റെ ദിശ, ധമനികൾ അനുഭവപ്പെടുന്ന മർദ്ദം, രക്തസമ്മർദ്ദത്തിൻ്റെ പേര്. സിസ്റ്റോൾ നോക്കാം നമുക്ക്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 ml രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ധമനികൾ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? 120 ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം. ഇനി രക്തസമ്മർദ്ദത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് സിസ്റ്റോളിക് പ്രഷർ. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120. ഇനി ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 80. ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഏകദേശം 70 ml രക്തം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷറും സിസ്റ്റോളിക് പ്രഷറുമാണ് നമ്മൾ പ്രഷർ രേഖപ്പെടുത്തുമ്പോൾ അടയാളപ്പെടുത്തുക.
രണ്ട് മർദ്ദങ്ങളും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം. ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോളിക് പ്രഷറും സിസ്റ്റോളിക് പ്രഷറും ചേർന്നതാണ്. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg എന്നാണ് രേഖപ്പെടുത്തുന്നത്. 120/80. രക്തസമ്മർദ്ദം ഈ അളവിൽ നിന്നും കൂടുന്നത് ഹൈപ്പർ ടെൻഷൻ എന്നും കുറയുന്നത് ഹൈപ്പോ ടെൻഷൻ എന്നും പറയുന്നു. കൂടുന്നതിനെ ഹൈപ്പർ എന്നും പറയും, കുറയുന്നതിനെ ഹൈപ്പോ ടെൻഷൻ എന്നും പറയുന്നു. ഇനി ഈ ഉപകരണങ്ങളാണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഏതാ? സ്ഫിഗ്മോ മാനോമീറ്ററും ഡിജിറ്റൽ BP അപ്പാരറ്റസും ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. അടുത്ത ചോദ്യം, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു. അല്ലല്ലോ, രണ്ടാം ഘട്ടം എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. മൈറ്റോകോൺട്രിയയിൽ വെച്ചുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ആവശ്യമില്ല, അല്ലേ? ആദ്യഘട്ടത്തിൽ ഓക്സിജൻ ആവശ്യമില്ല, രണ്ടാം ഘട്ടത്തിലാണ് ഓക്സിജൻ ആവശ്യമുള്ളത്. ഗ്ലൈക്കോളിസിസിന് ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അല്ല, ഗ്ലൈക്കോസിസിൻ്റെ ഫലമായി 2 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. 2 ATP. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ഇത് കറക്റ്റാണ്. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം? D ആണ് ശരി ഉത്തരം. നമുക്ക് ടെക്സ്റ്റ് ബുക്കും ഒന്ന് റെഫർ ചെയ്യാം. കോശശ്വസനം. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ. ഇനി നമുക്ക് നോക്കാം ഏതാണ് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഉള്ളത് ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളുമാണുള്ളത്. ആദ്യത്തെ നോക്കാം, ഗ്ലൈക്കോളിസിസ്. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ്. രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്രെബ്സ് സൈക്കിൾ എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യഘട്ടം നോക്കാം. കോശദ്രവ്യത്തിൽ നടക്കുന്നു. എവിടെയാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്സിജൻ്റെ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കുന്നു, 2 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. എവിടെ വെച്ചാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഇതിനെ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. ഓക്സിജൻ്റെ ആവശ്യമില്ല. 2 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. അടുത്ത് നോക്കാം, ക്രെബ്സ് സൈക്കിൾ. കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്രെബ്സ് സൈക്കിൾ എന്നാണ്. മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ആദ്യത്തെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിലാണ്. ഇത് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ആവശ്യമാണ്. രണ്ടാം ഘട്ടത്തിന് ഓക്സിജൻ ആവശ്യമുണ്ട്. പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. പൈറുവിക് ആസിഡിനെ എന്താക്കി മാറ്റുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റുന്നു. ആദ്യത്തേതിൽ എന്താണ്? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കിയാണ് മാറ്റുന്നത്. ഇവിടെ പൈറുവിക് ആസിഡിനെ എന്താക്കി മാറ്റുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. എത്ര ATP തന്മാത്രകളാണ്? 28. ഇവിടെ എത്ര എണ്ണമാണ്? 2 എണ്ണം. ഇതാണ് കോശശ്വസനത്തിൻ്റെ 2 ഭാഗമാണ് ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. ഇത് നന്നായി പഠിച്ച് നോക്കി പോകണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. തെറ്റാണ് അല്ലേ? ഇത് തെറ്റായ പ്രസ്താവനയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിരയാണ് ശുദ്ധരക്തം വഹിക്കുന്നത്. അടുത്തത് അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി അല്ലേ? അശുദ്ധരക്തം വഹിക്കുന്നത് ആരാണ്? ഇത് ധമനിയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശത്തി സിര. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഏതാണ് ശരി? ബിയും സിയുമാണ് ശരി. ഡി ആണ് ശരി. ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? വായുവിൽ കൂടി പകരുന്ന രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഇതെങ്ങനെ പകരുന്ന രോഗമാണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്? മീസിൽസ് മാത്രമാണ്. പിന്നെ ഏതൊക്കെ രോഗങ്ങളാണ് വായുവിലൂടെ പകരുന്നത്? കോവിഡ് വായുവിലൂടെയാണ് പകരുന്നത് അല്ലേ? COVID-19 വായുവിലൂടെ പകരുന്ന രോഗമാണ്. പിന്നെ അടുത്ത ഏതാണ്? മീസിൽസ്.
മീസിൽസ് വായുവിലൂടെ പകരുന്ന രോഗമാണ്. അടുത്തത് വരുന്നത് ഏതാ? ക്ഷയവും വായുവിലൂടെ പകരുന്നതാണ്. ആസ്പെർജില്ലോസിസ് എന്ന രോഗവും വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ആസ്പെർജില്ലോസിസും വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം അല്ലേ? കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. പിന്നെ ഏതാ വരുന്നത്? ഈ 3 രോഗങ്ങളും വായുവിൽ കൂടി പകരുന്ന രോഗമാണ്. പിന്നെ കുറച്ചും കൂടി ഡിസെൻട്രി, വയറിളക്കം, ഈക്കോളി അണുബാധ, അതൊക്കെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഡിസെൻട്രി എന്നിവ ഏതിലൂടെ പകരുന്ന രോഗമാണ്? വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ്. ഇനി അടുത്തത് ഈക്കോളി അണുബാധ, സാൽമണലോസിസ്, ഷിഗെല്ലോസിസ്, ജിയാർഡിയാസിസ്, രോഗങ്ങളൊന്നുകൂടി നോക്കാം. അടുത്തത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഡിസെൻട്രി, ജിയാർഡിയാസിസ്, ഈക്കോളി അണുബാധ, സാൽമോണലോസിസ്, ഷിഗെല്ലോസിസ് എന്നീ രോഗങ്ങൾ ഏതിലൂടെ പകരുന്നതാണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്തത് നമുക്ക് നോക്കാം. കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ നമുക്കറിയാലോ. ഡെങ്കിപ്പനി, പിന്നെ വെസ്റ്റ് നൈൽ, പിന്നെ ഏതാ? ചിക്കൻ ഗുനിയ, മലേറിയ, റിഫ്റ്റ്. വെസ്റ്റ് നൈൽ ഓർത്ത് വെക്കണം, കാരണം ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊതുക് വഴി പരത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ. ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി, റിഫ്റ്റ് വാലി എന്നീ രോഗങ്ങൾ സിക്ക വൈറസ് പകർത്തുന്നതും കൊതുകാണ്. അപ്പോൾ കൊതുക് വഴി പകർത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, വെസ്റ്റ് നൈൽ, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി, റിഫ്റ്റ് വാലി, സിക്ക വൈറസ്. ഇതൊക്കെ പരത്തുന്നത് ഏതാണ്? കൊതുക് വഴി പരത്തുന്ന രോഗങ്ങളാണ്. അടുത്തത് എലി വഴി പരത്തുന്ന രോഗങ്ങൾ ഏതെല്ലാം? എലി വഴി ലൈം, പ്ലേഗ്, എലിപ്പനി, ബാർട്ടോനെല്ലോസിസ് എന്നീ രോഗങ്ങളാണ് എലി വഴി പകർത്തുന്ന രോഗങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും, കാരണം ആവർത്തിക്കാവുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ പ്രസ്താവന ഏത്? ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയും സംവഹനം ചെയ്യുന്നു. അത് കറക്റ്റാണ്. ഹീമോഗ്ലോബിൻ ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ്. കറക്റ്റാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു. WBCയിലെ ഒരു വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. അല്ല, RBCയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. നോക്കാം. ഹീമോഗ്ലോബിൻ RBCയിലെ വർണ്ണകമാണ്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര എന്നാൽ 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ എത്രയാണ്? 12 to 16 ഗ്രാമാണ്. എന്നാൽ പുരുഷന്മാരിൽ എത്രയാണ്? 14 to 18 ഗ്രാമാണ്. അളവ് കുറയുന്നത് എന്തിന് കാരണമാകുന്നു? അനീമിയയ്ക്ക് കാരണമാകുന്നു. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ക്ഷയം ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയം.
ഇനി അടുത്തത് എലിപ്പനി ഏതാണ്? എലിപ്പനി വരുന്നത് ലെപ്റ്റോസ്പൈറ അല്ലേ, എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഇനി ഡെങ്കിപ്പനിയോ? ഡെങ്കിപ്പനി വൈറസാണ്. അടുത്തത് മലമ്പനി പ്ലാസ്മോഡിയം, മലമ്പനി പ്ലാസ്മോഡിയമാണ്. അപ്പോൾ ഏതാ വരുന്നത്? ബി ആണ് വരുന്നത് അല്ലേ. ഇതൊക്കെ ഏത് ഈ വൈറസിൻ്റെ പേരുകളോട് ചേർത്താണ് നമ്മൾ പറയുന്നത്. ആദ്യം ക്ഷയമാണ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇനി നമുക്ക് നോക്കാം എയ്ഡ്സ് ഏതാണ്? എയ്ഡ്സ് വരുന്നത് HIV ആണ്, HIV വൈറസ്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് ഏത്? HIV, എയ്ഡ്സ് വരുന്നത്, എയ്ഡ്സ്. ഇനി ചിക്കൻ പോക്സ് ഏതാ? ചിക്കൻ പോക്സ് വരുന്നത് വേരിസെല്ല വൈറസ്, വേരിസെല്ല സോസ്റ്റർ വൈറസാണ് ചിക്കൻ പോക്സ്. ജലദോഷം ഏതാണ്? ജലദോഷം റൈനോ വൈറസ്, റൈനോ വൈറസ്, ജലദോഷം റൈനോ വൈറസാണ്. മീസിൽസ് വരുന്നത് റൂബിയോള വൈറസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം പന്നിപ്പനി ഏതാണ് വരുന്നത്? പന്നിപ്പനി വരുന്നത് H1N1 ആണ്, H1N1 പന്നിപ്പനി. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. H1N1 എന്ന് പറഞ്ഞാൽ പന്നി H1N1 എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് പക്ഷിപ്പനി ആലോചിക്കാതെ തന്നെ കിട്ടും. പനി ഏതാണ്? H5N1, പക്ഷി H5N1 ആണ് പക്ഷിപ്പനി വരുന്നത്. അടുത്തത് വസൂരി ഏതാണ്? വസൂരി വേരിയോള വൈറസാണ്, വേരിയോള. അരിമ്പാറ വരുന്നത് ഏതാണ്? അരിമ്പാറ ഹ്യൂമൺ പാപ്പിലോമ വൈറസ്, പാപ്പിലോമ വൈറസാണ് അരിമ്പാറ വരുന്നത്, ഹ്യൂമൺ പാപ്പിലോമ വൈറസ്. ഇനി പേവിഷബാധ ഏതാണ്? റാബിസ് അല്ലേ, അതെല്ലാവർക്കും അറിയാം. പേവിഷബാധ റാബിസ് വൈറസാണ്. ഡെങ്കിപ്പനി IgM ഡെങ്കി വൈറസാണ്. സാർസ് കൊറോണ വൈറസുകൾ. ചിക്കൻ ഗുനിയ വൈറസ്, അത് ആ പേരിനനുസരിച്ച് തന്നെയാണ് വൈറസിൻ്റെ പേര് വരുന്നത്. കൂടുതൽ ഓർത്തിരിക്കാൻ HIV ആണ്, HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ്. ചിക്കൻ പോക്സ് വേരിസെല്ല സോസ്റ്റർ വൈറസ്. ജലദോഷം റൈനോ വൈറസ്, മീസിൽസ് റൂബിയോള, വസൂരി വേരിയോള, അരിമ്പാറ ഹ്യൂമൺ പാപ്പിലോമ വൈറസ്. ഓക്കെ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് ഏതാണ്? മൃതസഞ്ജീവനിയാണ്. സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി അറിയപ്പെടുന്നത് മൃതസഞ്ജീവനി എന്നാണ്. ഇനി നമുക്ക് എന്താണ് സ്പെക്ട്രം എന്ന് നോക്കാം. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അതുപോലെ തന്നെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ശാക്തീകരണം, അവരെ മാതാപിതാക്കളെ ശക്തിപ്പെടുത്തുക. പിന്നെ നിലവാരമുള്ള തെറാപ്പി സെൻറ്ററുകൾ അത് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാക്കുക പിന്നെ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനുമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നീ കാര്യങ്ങളാണ് സ്പെക്ട്രത്തിൽ വരുന്നത്. ഓക്കെ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് സ്പെക്ട്രത്തിൽ വരുന്നത്. അടുത്തതായിട്ട് വരുന്ന പദ്ധതി ഏതാണ്? ജീവനം പദ്ധതിയാണ്. ജീവനം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരെ, കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരെ, അപ്പോൾ അവരുടെ ആശ്രിതരായ അവരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മകനോ മകൾക്കോ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സർക്കാർ ധനസഹായം 20,000 രൂപ സർക്കാർ ധനസഹായം നൽകും. ആ ധനസഹായ പദ്ധതിയാണ് ജീവനം. ധനസഹായ പദ്ധതിയാണ് ജീവനം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയാണ് ജീവനം എന്നറിയപ്പെടുന്നത്. അതിക്രമത്തിന് ഇരയായി മരണപ്പെടുന്നവർക്കോ കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെടുന്നവർക്കോ അവരുടെ ആശ്രിതർക്ക്, അതായത് കൊല്ലപ്പെട്ടവരും അവരുടെ ആശ്രിതരായ ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവർക്ക് സ്വയം തൊഴിൽ നേടുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത്. ഇനി എന്താണ് പരിരക്ഷ എന്ന് പറഞ്ഞ പദ്ധതി എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് അംഗപരിമിതരായ ആൾക്കാർ അല്ല, പരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറയുന്നത്. അംഗപരിമിതർക്ക് അടിയന്തര വൈദ്യസഹായം, ഭക്ഷണം നൽകൽ തുടങ്ങിയ
തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നു, പരിരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്ട്രം നമുക്ക് മനസ്സിലായി. ഓട്ടിസമാണ് സ്പെക്ട്രത്തിൽ വരുന്നത്. ജീവനം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ധനസഹായ പദ്ധതിയാണ് ജീവനം. പരിരക്ഷ എന്ന് പറയുന്നത് അംഗപരിമിതർക്ക് അടിയന്തര ധനസഹായം അല്ലെങ്കിൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വൈദ്യസഹായം, ഭക്ഷണം നൽകൽ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് പരിരക്ഷ എന്ന് പറയുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ മലിനജലത്തിലൂടെയാണ്. ഏതാണ് അമീബ? നെഗ്ലേരിയ ഫൗലേരി അല്ലേ? നെഗ്ലേരിയ ഫൗലേരി എന്നാണ് ആ അമീബയുടെ പേര്. ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും പറയുന്നുണ്ട്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും പറയുന്നുണ്ട്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും പറയുന്നു. നെഗ്ലേരിയ ഫൗലേരി. മലിനജലത്തിലൂടെയാണ് രോഗാണു മനുഷ്യൻ്റെ ശരീരത്തിലെത്തുന്നത്. നോക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പാണ് അല്ലേ? നമ്മൾ ഹീമോഗ്ലോബിൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം എന്ന പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള സർക്കാർ ആരംഭിച്ച പദ്ധതി.